ചിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പിടി കിടലൻ കൗണ്ടേഴ്സുമായിട്ട് we are set to go. This is Super Show. Welcome everyone, and now you are watching IHNA Australia and Pavaram Cook-Off Smart Curry Powder C Kerala Super Show, co-presented by Sunfeast Wowzers, co-powered by Lakshya, Indian Institute of Commerce and Ujala Crisp and Shine. Our ice cream partner, Camry Ice Cream. Special partners, Kia Ceros, Equastar, UPVC Rain Gutters and Cardia Coconut Oil. Our energy partner, Suntips Tea. Welcome. माहौल है पंजाबी टूण बजदा है सानू जचदा माहौल है पंजाबी വെൽക്കം. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. നിങ്ങൾ തന്നെ എല്ലാരും ചിരിപ്പിച്ച് നിങ്ങൾ പ്രായം കുറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കോ ഇല്ലയോ? സമ്മതിക്കും, ഞങ്ങൾ സമ്മതിക്കും. പക്ഷേ അത് വേറെ ആരും സമ്മതിക്കും. സമ്മതിക്കുന്നതാണോ? പക്ഷെ നിങ്ങളെ ചിരിപ്പിച്ച് ഞങ്ങൾ ഇങ്ങനെ വയസ്സ് കുറപ്പിക്കും എന്നുള്ള ഗ്യാരണ്ടിയില് ഇവരാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോ ബൂസ്റ്റേഴ്സ് ഞങ്ങള് അവതരിപ്പിക്കുന്നത് ഒരു യുദ്ധക്കളമാണ്. കിറ്റ് കഴിയുമ്പോൾ തമ്മില് യുദ്ധക്കളമാകും. അതല്ല നമ്മൾ അവതരിപ്പിച്ച കിറ്റ് അടിപൊളി. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. മഹാമന്ത്രി എന്താണ് അവിടുന്ന് എന്താണ് ഇങ്ങനെ ചിരിക്കുന്നത്? ഈ രാജ്ഞി കൊച്ചു ചിരിപ്പിച്ചിട്ടാണ്. രാജ്ഞി എന്തിനാണ് ചിരിച്ചത്? എന്നാത്തിനാ ഈ ചിരിക്കുന്നേ? ഞാൻ ചിരിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ ഒരു കിടുക്കൻ ചിരി വേണമെന്ന് ഇവർക്ക് നിർബന്ധം. പക്ഷെ അവരിത് കേട്ടിട്ട് ചിരിക്കുന്നില്ല. പക്ഷേ സിറ്റുവേഷന് പറ്റിയ സാധനം അല്ലിത്. നമ്മുടെ രാജ്യത്ത് മറ്റേ പറങ്ങിപ്പട്ടാളം കേറിയിട്ട് യുദ്ധം നടന്നുകൊണ്ടിരുന്നിട്ട് നമ്മള് പേടിച്ച് മെഴുകി ഓടി വരുമല്ലേ ഇത്? അതെ, ഈ അർത്ഥബുദ്ധി വിൽവേന്ദ്ര മഹാരാജാവിന് പ്രാണനുള്ളിടത്തോളം കാലം പറങ്കിപ്പടയുടെ നാശം കണ്ടേ ഞാൻ ഇറങ്ങൂ. ഇത് സത്യം സത്യം സത്യം. ഇയാളത് എന്റെ കൈ പിടിച്ച് മുറിച്ചേ? അയ്യോ, എനിക്ക് ബ്ലഡ് കുറവാ. മാതള നാരങ്ങ കഴിക്കാൻ പറഞ്ഞേക്കോ ഡോക്ടർ. എന്റെ പൊന്ന് മഹാറാണി, പാണ്ടിപ്പുഴ ഇങ്ങനെ ഇറച്ചി കൊണ്ട് വന്ന് നമുക്ക് തരൂല്ല, അവര് തന്നെ തിന്നുള്ളൂ. എന്നാ ഇറച്ചി കുതിയന്മാരെ നമ്മുടെ ആൾക്കാരൊക്കെ അവർ വെട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കും. എന്നാണ് പറങ്ങിപ്പട ഇറച്ചി കയറി വരുന്നത് എന്തെങ്കിലും ചെയ്. എന്താ നമ്മൾ രക്ഷപ്പെട്ടു മഹാമന്ത്രി? പറങ്ങിപ്പുഴയുടെ തലവൻ അറ്റാക്ക് വന്ന് ചത്തു എന്ന് പറഞ്ഞു കേട്ടില്ലായിരുന്നു? അറ്റാക്ക് വന്നല്ല, അവര് നമ്മളെ ആക്രമിക്കാൻ വരുന്ന അറ്റാക്ക് എന്ന് പറഞ്ഞ് എന്തെങ്കിലും ചെയ്യുന്നു. ഇനി നമ്മൾ ഭീരുക്കളായി ഇരുന്നിട്ട് കാര്യമില്ല. ആക്രമിക്കൂ! അയ്യോ, എന്താ ഒരാളെ മിസ്സിംഗാ. ആരാന്ന്? നമ്മുടെ രാജൻ മിസ്സിംഗാ. അത് കുഴപ്പമില്ല, വാ നമുക്ക് പോവാം. ഒന്ന് പോകരുത്. എന്റെ രാജൻ എവിടെ? രാജനെ കണ്ടോ? അർത്ഥബുദ്ധി വിൽവിരാജായ്. എവിടെ ഒരു വിളി കേട്ട്? എന്റെ രാജനെ നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ? കണ്ടോ? പറങ്കിപ്പട പേടിച്ച് ബെഞ്ഞാറമൂട്ടിലെ രാജാവും തോഴിമാരും കൂടി ഇരിക്കുന്നത്. ഞങ്ങളുടെ രാജാവിനെ കണ്ടായിരുന്നോ? കണ്ടില്ല. കണ്ടെന്ന് പറഞ്ഞ അടുത്തലോട്ട് പോവാം. എവിടെങ്കിലും ഇരുന്ന് കാണിച്ചാ. പാറയുടെ ബാക്കിലുണ്ട്. എന്തോ കണ്ടായിരുന്നോ? അയ്യോ, അത്ഭുതം കേട്ടോ. നമ്മുടെ രാജ്യത്തെ കിരീടം വെച്ച പാറ. അപ്പഴേ പാറയുടെ മേളിൽ കിരീടം ഉണ്ടെങ്കിൽ താഴോട്ട് അരഞ്ഞാണോ വളയും മാലയും ഒക്കെ കാണുമല്ലോ. നമുക്കതങ്ങ് കുഴിബോംബ് വെച്ച് പൊട്ടിച്ചാലോ? ഇനി നിങ്ങൾ വിളിക്കാൻ ഞാൻ പിടിക്കാൻ വരാം. ഞാനൊരു യുദ്ധതന്ത്രം കാണിച്ചു തരുമായിരുന്നു നിങ്ങളത്. അല്ലാതെ നിങ്ങളെ രക്ഷപ്പെടാനുള്ള കുതന്ത്രം അല്ലായിരുന്നല്ലേ? എന്റെ പൊന്നു രാജൻ, പറങ്കിപ്പടകള് എഴുന്നള്ളി വരുന്നുണ്ട്. അവരുടെ കൈ മറ്റേ പീരങ്കിയൊക്കെ ഉണ്ട്, അറിയാവോ? കൊണ്ടോടാ എന്നാ പാടി. ഞാൻ കണ്ടിട്ടില്ല, ഇത് നല്ല സംഭവമാണ്. അത് ഫോട്ടോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പോയാലും ഇയാളെ ഓച്ചറക്കാളെ കാണിച്ചു തരാമെന്നല്ല പറഞ്ഞത്. അവര് മെസ്സേജ് അയച്ചേക്കുന്നു, പീരങ്കിക്കകത്ത് ഇയാളെ കുട്ടിക്ക് ഏറ്റിട്ട് പൊട്ടിച്ചു കളയുന്നു രാജാവിനെ. എന്റെ തല പൊട്ടിത്തെറിക്കുമോ? എന്റെ തല പൊട്ടിത്തെറിക്കുമോ? മഹാമന്ത്രി, എനിക്കിപ്പോ സ്പോണ്ടേനിയസ് ആയിട്ടൊരു ഐഡിയ വരുന്നു. എന്നാണ്? അവര് തല പൊട്ടിത്തെറിക്കുവാനായിട്ട് വരുമ്പോ
രാജാവ് അങ്ങാന്ന് പറഞ്ഞു. അതിന്റെ ക്രെഡിറ്റ് അങ്ങനെ എടുത്തു. നിങ്ങൾക്ക് ഇരിക്കട്ടെ കേട്ടോ. ഞാൻ രാജാവ്. പിന്നെ മില്ലിനടിക്കാൻ അടിച്ച് കേറിക്കോളും. എങ്ങനെയുണ്ട്? അപ്പൊ ഈ രാജ്ഞി പകല് മുഴുവൻ നിങ്ങൾ രാജാവ്, സന്ധ്യ കഴിഞ്ഞാൽ ഞാൻ രാജാവ്. അങ്ങനെ ഒരു തീരുമാനത്തിൽ പോകാൻ പറ്റും. അപ്പൊ സന്ധ്യ കഴിഞ്ഞിട്ട് പറയപ്പെട്ടാളത്തിന് വന്ന് പൊട്ടിക്കാൻ പറയാം. എന്താ അപ്പൊ എന്നെ എന്റെ മരണം ഉറപ്പല്ല. ആ തല പൊട്ടിക്ക് പറഞ്ഞാൽ പൊട്ടിക്കും അവര്. എന്റെ തല പൊട്ടി തെറിക്കില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്നെ പോലും ഈ സമയത്ത് ചോദിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. പറ. എന്നാലും ചോദിക്കുക. പറങ്കിപ്പട എന്തായാലും ഇദ്ദേഹത്തെ കൊല്ലും. അങ്ങനെയാണെങ്കിൽ രാജാവിന്റെ തല സ്വർണ്ണത്തളികയിലെടുത്ത് നഗരപ്രദക്ഷിണം നടത്തി ആചാരപ്രകാരം അടക്കം ചെയ്യണോ, അതോ ഇവിടെ തന്നെ കുടിച്ചു മൂടിയാ മതിയാ? യുദ്ധം കേട്ടപ്പോഴേ പ്രഷർ അടിച്ചിട്ട് നാക്കിന്റെ അടിയിൽ ഗുളിയം വെച്ചിരിക്കുന്ന രാജാവിനോട് ചോദിക്കാൻ പറ്റിയ ചോദ്യം. നിങ്ങളൊക്കെ എന്നെ മന്ദബുദ്ധികളാണ്. എന്നാ തല പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ തളിയെ കൊണ്ടു നടക്കണത്? അതിങ്ങനെ വാരിക്കൂട്ടി ചുരുട്ടി ഒരറ്റം ഇങ്ങനെ ചുരുട്ടി വെക്കാമല്ലോ. ഞാൻ എന്നെ തേങ്ങാച്ചമ്മന്തിയാണ് അങ്ങനെ ഉരുട്ടിക്കൊണ്ട് നടക്കാനായിട്ട്. ഇനി ഒരേ ഒരു വഴിയുള്ളൂ. ചോര കണ്ടറപ്പുമാടിയ ഒരു യോദ്ധാവിനെ വേണം നമുക്ക്. ആ അങ്ങനെയാണെങ്കിൽ വേറൊരു കാര്യമുണ്ട്. നമ്മുടെ ഇറച്ചിക്കടയിലെ ജോയി ചേട്ടനെ വിളിക്കാം. പുള്ളിയാണ് ചോര കണ്ട് അറപ്പ് മറിയതാ. അപ്പൊ പുള്ളി വന്ന് പിന്നെ ഡ്രമ്മ് വേണം പുള്ളിക്ക്. ബ്രഹ്മന്തിരൊന്നും ഈ തല വെട്ടിയിടുവാണെങ്കിലേ അടിക്കുന്ന സൗണ്ട് പുള്ളിക്ക് കേൾക്കണമെന്നാ. അത് കൊള്ളാം. അവസാനം കൊള്ളാം. അതെന്നെ ഒരു ബഹളം. ബഹളമല്ല, അത് കാഹളം. കാഹളം പറഞ്ഞ യുദ്ധത്തിന്റെ ഊത്തേ. വിളിച്ചായിരുന്നോ? ആണ്ടടാ, യുദ്ധത്തിന്റെ ഊത്തെന്ന് പറഞ്ഞപ്പോ യുദ്ധത്തിന്റെ സുരുത്ത് വന്ന് നിൽക്കുന്നു. ഇയാളോ അത് സുഹിത്തന്നല്ലേ എന്നെ വിളിച്ചത്? എടാ നീ യുദ്ധത്തിന് പോയില്ലേ ഇപ്പൊ? ഇല്ലളിയാ. കളിയാന്നാ? ഞാൻ രാജാവടാ. തോന്നണ്ടേ കണ്ട എടാ യുദ്ധത്തിന് പോടാ. പിന്നെ ഇന്നലെ മുതൽ ചെറിയൊരു പനിക്കോളുണ്ട് എനിക്ക്. രാജ്യം മുഴുവൻ കത്തി അമരുമ്പോ ഒരു ന്യായം പറഞ്ഞോട്ടെ, പനിക്കോളാന്ന്. അല്ല ഞാൻ ഈ പറങ്കണ്ടിക്കാരന്മാരുടെ വിഷയമൊന്നും ഇല്ലല്ലോ. എന്നെ പറഞ്ഞെടുക്കണോ? അവരല്ലേ എടാ പറഞ്ഞിപ്പോടാ. അവരവിടെ യുദ്ധം നടക്കുക. നമ്മുടെ നാട് മുഴുവൻ നശിച്ചോണ്ടിരിക്കുക. യുദ്ധത്തിന് പോവാൻ മറി എന്റെ കാലിനാ നല്ല പെരുപ്പ്. പരിപ്പല്ല സാമ്പാർ എന്നിട്ട് പോടാം. യുദ്ധത്തിൽ വേണം. അല്ല ഇരിക്കട്ടെ പാടാൻ ഇങ്ങോട്ട് പാടാ. കുറച്ച് കഴിയട്ടെ. യുദ്ധത്തിൽ വേണം. വലിക്കരുത്. പാടാ യുദ്ധത്തിൽ. ഒരു റൗണ്ടോടെ കറങ്ങ്. ഇവനൊക്കെ ഇരുന്ന് തൂയിക്കുവാന്ന്. യുദ്ധത്തിന് പോവാ. നിക്ക് നിക്ക് നിക്ക്. നമുക്ക് യുദ്ധമേ വരുന്ന വെള്ളിയാഴ്ചത്തേക്ക് ഒന്ന് മാറ്റി വെച്ചാലോ? നിന്റെ സൗകര്യത്തിനനുസരിച്ച് മാറ്റാനായിട്ട് ഇത് പൊഞ്ചിരിക്കളപ്പിന്റെ വാർഷികാഘോഷമല്ല, യുദ്ധമാണ്. എന്തോ പ്രശ്നം എന്തോ നിന്റെ അവിടെ നില്ലേ പറയാനുണ്ടോ? ഇന്നലെ കഴിച്ചാരി വെച്ച വാള പറഞ്ഞേ. വാള് സാധാരണ വെച്ചിട്ടല്ലയോ കഴുകുന്നത്? അതിന് മുന്നേ കഴുകിയിട്ട് ചാരി വെച്ചു. അയ്യോ അവൻ തീർന്നു കേട്ടോ. ഇങ്ങനെ ആയുസില്ലാത്തൊരു ചെറുക്കൻ ഉറങ്ങിക്കിടന്നവനെ വിളിച്ചുണർത്തിയിട്ടേ യുദ്ധത്തിന് പറഞ്ഞു വിട്ടിട്ട് ആയുസില്ലെന്ന്. ഇയാൾ എന്തൊരു ദുഷ്ടനാണോ ഇയാള്? മഹാറാണി, എനിക്ക് പാൻറ് തയ്ക്കാൻ ആരെ ശീല കൊടുത്തു വിട്ടേക്കുന്നു. ഇതേ പാന്റ് തയ്ക്കാനുള്ള തുണിയല്ല, മണ്ണെണ്ണ തേച്ച തുണിയാ. എന്നാ മണ്ണെണ്ണ പിഴിഞ്ഞെടുത്തൊരു കട്ടൻ ചായ ഉണ്ടാക്കാം, നമുക്ക് കഴിക്കാം. ആ കട്ടൻ ചായ ഒന്നുമല്ല ഇത്. തുണിയിൽ മണ്ണെണ്ണ വന്ന സ്ഥിതിക്ക് പിന്നാലെ തീ വരും. തീ ആണെങ്കിൽ 2 വിത്തൗട്ട് അത് കഴിഞ്ഞിട്ടോ ഞങ്ങൾക്കതാ ഇഷ്ടം. ഇവിടെ തീ അല്ലെന്ന്, തീ വരുമെന്ന്. കത്തി നശിക്കും. കത്തി നശിച്ചാൽ എങ്ങനെയാ പച്ചക്കറി അറിയുന്നേ? എങ്ങനെ പച്ചക്കറി ഈനാം പേച്ചിക്ക് മരപ്പട്ടി കൂട്ട്. നീ മരപ്പട്ടിട്ടോ? അല്ല, നിങ്ങൾ ഈനാൻ പേച്ചല്ല, നിങ്ങൾ മരപ്പെട്ടി. ഞാൻ എന്നും മരപ്പട്ടിയാണല്ലോ. എന്ന് നീ മരപ്പട്ടിയാവണം. അല്ല, ഞാൻ ഈനാൻ പേച്ച്, നിങ്ങൾ മരപ്പെട്ടി. പ്ലീസ് പ്ലീസ് ടകുരമ്മ. ഇല്ല, ഇല്ല, ഞാൻ ഈനാൻ പേച്ച്, നിങ്ങൾ മരപ്പട്ടി. നിങ്ങൾ ഇതൊരു ക്രെഡിറ്റ് ആയിട്ട് അങ്ങ് എടുത്തോ. ഞാനേ ഒരു കാര്യം പറയാം. യുദ്ധത്തിന് വേറെ അവര് കത്തി നശിപ്പിക്കുമെന്നാ പറഞ്ഞത്. വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? മഹാമന്ത്രി, ഇനി യുദ്ധം ജയിക്കാൻ ഒരേ ഒരു മാർഗമുള്ളൂ. പറയൂ. മാപ്പ്. എല്ലാ തെറ്റും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു രാജൻ. പോട്ടെ. ഒന്നും അല്ല, എന്തുവാ? നമ്മുടെ രാജ്യത്തിന്റെ മാപ്പ്. ആ അതായിരുന്നോ? അയ്യോ രാജൻ, ഈ പറങ്കിപ്പട നമ്മുടെ രാജ്യത്ത് മൊത്തം പാമ്പിനെ ഇറക്കി വിട്ടേക്കോ. കണ്ടോ? ഏതുവാ തള്ളേ? അത് ഏഴി പാമ്പുവാ. പിന്നെ എന്താ പാമ്പ് കൂടി എടുത്തു വെച്ചിരിക്കുന്നു. കട്ടയില്ലാതെ അങ്ങനെ കളിക്കുന്നു. കട്ടയില്ലാതെ അങ്ങനെ കളിക്കുന്നേ. അതാണ് നമ്മുടെ രാജ്യത്തിന് മാപ്പ്. വന്നേക്കണടാ. താണ്ടേ, ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ മാപ്പ്. ഏത് നമ്മുടെ രാജ്യ? ഇതാണ് നമ്മുടെ രാജ്യം. ഞാൻ കണ്ടിട്ടില്ല. കാണിച്ച്
ഈ കുത്ത് നമ്മുടെ രാജ്യം, ഈ കറുത്ത കുത്ത് നമ്മുടെ അയൽ രാജ്യം. ഏതാ ഈ കറുപ്പും വെളുപ്പുള്ള കുത്ത്? അത് രാജ്യമല്ല, അത് പള്ളിക്കാട്ടം. ഇങ്ങനെ മുണഞ്ഞൊരു രാജ്യത്തെ മന്ത്രിയായിട്ടാണല്ലോ ഞാൻ ജോയിൻ ചെയ്തത്. അത് എന്റെ കുഴപ്പമല്ല. മക്കളുടെ അപ്പം ശ്രീധരൻ തന്ന രാജ്യം എനിക്ക് ഇഷ്ടമല്ലാത്ത ജോബാണ് ഈ രാജാവ് എന്ന് പറഞ്ഞാൽ. കരയാതെ രാജൻ, കരയാതെ. കുണ്ടിതപ്പെടേണ്ട രാജൻ, കുണ്ടിതപ്പെടേണ്ട. അത് ഞാനല്ലേ പറയണ്ടേ? എന്താണ്? കയ്യറ. അതെ, ശ്രദ്ധിച്ച് കേൾക്കണം. മാപ്പാണല്ലോ ഇത്. ഇതിൽ നമ്മൾ ഇവിടെ ഇരിക്കുന്നു. അതെങ്ങനെ ശരിയാവും? ആ, നമ്മൾ ഇവിടെയല്ലേ ഇരിക്കണേ? അവിടെയല്ലേ ഇരിക്കണേ? അതെ, ഇവിടെ ആണല്ലോ ഇരിക്കുന്നത്. സംഭവം ഇത് മാപ്പിലെ നമ്മള് ഇവിടെ ഇരിക്കുന്നു. ഓക്കെ, ഇതിവിടെ ഇരിക്കുന്നു, നമ്മൾ ഇവിടെയല്ലേ ഇരിക്കുന്നേ? ഈ ഇരിക്കുന്ന സാധനം ഉണ്ടല്ലോ മൊത്തം ഇതിനകത്താ. അതൊക്കെ അപ്പൊ നമ്മളിവിടെ ഇരിക്കുന്നു, ഇത് ഇവിടെ ഇരിക്കുന്നു, മാപ്പ് ഇവിടെ ഇരിക്കുന്നു. ഇത് രൂപരേഖയാണല്ലോ മൊത്തത്തില്. ഒന്നിലെ മാപ്പ് അല്ലെങ്കിൽ രൂപരേഖ, ഇത് രണ്ടിൽ തീരുമാനം പറഞ്ഞു. ഇത് രൂപരേഖ. ഈ രൂപരേഖയില് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോ പറങ്കി പട്ടാളം ഇങ്ങനെ വരുവാണേ. നമ്മൾ ഇവിടെയല്ലേ ഇരിക്കണം, പിന്നെ അവിടെ ഇരിക്കണത് എന്നെ ഇത് രാജൻ മാപ്പില് നമ്മൾ ഇവിടെയാണ് ഇരിക്കുന്നത്. മാപ്പാണോ ഇത്? മോതിരം പോയ പോലെ ഇതും പോകട്ടെ. ഞാനിത് വലിച്ചു തിരിഞ്ഞു. കുറെ നേരം അവിടെ തുടങ്ങി. അയ്യോ, അത് വലിച്ചേറി കളയല്ലേ. എന്താ? നമുക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അതിനകത്ത് അച്ഛൻ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ രാജ്യം കിട്ടിയിട്ടോ ഒന്നും പറ്റിയിട്ടില്ല. ഒരു കാര്യം ചെയ്യ്, നമ്മള് സേഫ് ആയിട്ട് ഇവിടെ ഇരിക്കുക. ഒരു മനുഷ്യനും അറിഞ്ഞിട്ടില്ല നമ്മൾ ഇവിടെ ഇരിക്കുന്ന കാര്യം. പറങ്കിപ്പട്ടാളം അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മിണ്ടാതെ അടങ്ങി ഒതുങ്ങി ഞാൻ പറയുന്ന കേട്ടിരുന്നോണം. ശബ്ദം എടുക്കരുത്. യുദ്ധതന്ത്രത്തിന്റെ ചാണക്യൻ എന്ന് പുകഴ്പെറ്റ പരരുമ്പിന്റെ കരുത്താൽ കാഹളം മുഴക്കിയ വീരശൂര പരാക്രമി സർവ സൈന്യാധിപൻ രാജു പടത്തലവൻ എന്ന ഞാൻ ഇതാ രാജാവ് ഒളിച്ചിരിക്കുന്നിടത്തേക്ക് എത്തിച്ചേരുന്നേ. പഠിച്ചു വന്നിരിക്കുമ്പോ ഇവിടെ വന്ന് വിളംബരം നടത്തിയ കൂവി അറിയിക്കാൻ നോക്കണ്ട. എന്തിനാണ് നിങ്ങൾ എന്ന് പറ? രാജാവ് ഒരു കാര്യം മനസ്സിലാക്കണം. എന്നെ പോലും നമ്മുടെ രാജ്യം രക്ഷപ്പെടാൻ വേണ്ടി ഞാനൊരു മാർഗം കണ്ടെത്തി. എന്നെ മാർക്ക്? നമ്മുടെ പൊന്നളിയൻ, അതായത് നമ്മുടെ ഖുറൈശി അളിയൻ ഒരു അത്ഭുത വാള് തന്നിട്ടുണ്ട്. ഈ വാളിനൊരു പ്രത്യേകതയുണ്ട് രാജൻ. എന്താണ് പ്രത്യേകത? ഈ വാള് കൊണ്ട് മിന്നൽ പിണറുകളെ പോലും ഭേദിക്കാൻ പറ്റും രാജൻ. രാജൻ നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നു. ഇനി പറങ്ങി പടയുടെ തല നമ്മൾ ഈ വാൾ കൊണ്ട് കൊയ്യും. എന്താ? എന്റെ തൊണ്ട വരളുന്ന്. എനിക്ക് കൂൾ ഡ്രിങ്ക്സും പിന്നെ കുറച്ച് സ്നാക്സും വാങ്ങിച്ചു തരുമോ? കലൂർ സ്റ്റേഡിയത്തെ IPL മാച്ച് നടക്കൂല്ലേ? വാങ്ങിച്ചു തരാൻ ഇവിടെ നടക്കുമോ?